കേരളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിലൊക്കെ വലിയ ചർച്ചയാണ് നടക്കുന്നത്. എന്താണ് ലീഗിൻ്റെ ഇക്കാര്യത്തിലൊരു നിലപാട്? ഞങ്ങളിപ്പോൾ ഇന്നലെ ഒക്കെ പറഞ്ഞാൽ തന്നെ 4-ാം തീയതിക്ക് ശേഷമാണ് ആ കാര്യത്തിൽ ഗൗരവതരമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുക. അതുവരെ അത് നിങ്ങൾ മീഡിയകളത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാം തീയതിക്ക് ശേഷം എല്ലാവരും ഗൗരവതരമായ ഒരു രീതിയിലേക്ക് വരും. ഉത്തരവാദിത്ത ബോധത്തോടെ മാത്രമേ എല്ലാവരും അതേക്കുറിച്ച് പറയുകയുള്ളൂ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇലക്ഷൻ റിസൾട്ട് വരട്ടെ, അപ്പോൾ എല്ലാ കക്ഷികളും ഈ ഡിസ്കഷനിൽ പാർട്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും കൂടി യോജിച്ച് ചർച്ച ചെയ്ത് യുനാനിമസ് ആയിട്ടുള്ള ഒരു തീരുമാനമെടുക്കും. പരസ്യ പ്രസ്താവനകൾ നല്ലതല്ല എന്നുള്ളൊരു പൊതു അഭിപ്രായം ഉണ്ടായി. അതുകൊണ്ടാണ് ഇപ്പോൾ അത് കുറഞ്ഞത്. ഇപ്പോൾ ഏതാണ്ട് ഇല്ലാതായല്ലോ. പരസ്യ പ്രസ്താവനക്കൊന്നും വലിയ വിലയില്ല, അതിനൊരു വിലയില്ല. ഇതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അപ്പോൾ സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾക്കും തീരുമാനം വരും. ഹൈ 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 എന്താ ഒരു നിലപാട്, എന്താ ഒരു നിലപാട്, എന്താ ഒരു നിലപാട് അല്ലേ? ഹേയ് രാവിലെ തന്നെ കുറെ എണ്ണവും മൈക്കും തൂക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങിക്കോളും. ആരാ മുഖ്യമന്ത്രി, ആരാ മുഖ്യമന്ത്രി, ആരാ മുഖ്യമന്ത്രി? ഇതൊന്നും ചർച്ചകളായിട്ടില്ലടോ. ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ടീം UDF എന്ന് പറയുന്നിടത്ത് അവിടെ കോൺഗ്രസ്സുകാരനുണ്ട്, അവിടെ ലീഗുകാരനുണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇതൊരു ടീം UDF ആണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ലീഗിൻ്റെ നിലപാട് പറയും. അത് പറയേണ്ട സമയമായിട്ടില്ല. ലീഗിൻ്റെ നിലപാട് പറയുന്നു മാത്രമല്ല, ലീഗിൻ്റെ നിലപാട് അത് പ്രൊജക്റ്റ് ചെയ്ത് ഹൈലൈറ്റ് അത് ലീഗിൻ്റെ നിലപാടിനായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അവിടെ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ തോന്നും പോലെ അവിടെ ചർച്ച ഇവിടെ ചർച്ച, എവിടെ ഒരു ചർച്ചയില്ല. ചർച്ച ഉണ്ടെങ്കിൽ ചർച്ചയിൽ ലീഗ് ഉണ്ടാകും മുന്നിൽ. മനസ്സിലായില്ലേ? ലീഗ് അവിടെ മുന്നിൽ ചർച്ചയിലുണ്ടാകും. ആ ലീഗിൻ്റെ ചർച്ചകൾക്ക് അടിസ്ഥാനമാക്കി ആധാരമാക്കി ആയിരിക്കും, ലീഗിൻ്റെ അഭിപ്രായങ്ങൾ കൂടി ആധാരമാക്കിയായിരിക്കും എന്താണ് തീരുമാനം എന്നുള്ള ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത്. ചർച്ചയൊന്നുമില്ല. ലീഗ് ഇപ്പോൾ വലിയ തിരക്കിലാണ്. കാരണം തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പാണ്. അതുമായി ബന്ധപ്പെട്ട് 23-നാണ് തെരഞ്ഞെടുപ്പ്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങൾ, തമിഴ്നാട്ടിൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു, അതിൻ്റെ പ്രചരണങ്ങൾ ഒക്കെ ആയിട്ട് ലീഗ് അങ്ങനെ ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം ചർച്ചയിൽ പങ്കെടുക്കേണ്ട, ഇപ്പം ലീഗിനെ പ്രതിനിധീകരിച്ച് ലീഗ് ഈ പറയുന്ന UDFൻ്റെ ചർച്ചയിൽ പങ്കെടുക്കേണ്ട ആളുകൾ ആരാ? ഒന്ന് സാദിഖ് അലി തങ്ങളാണ്, മറ്റൊന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ. രണ്ടാളും തമിഴ്നാട്ടിലാണ്. എന്നിട്ടോ മാപ്രകൾ എന്താ പറയുന്നത്? അപ്പോൾ ഈ കോൺഗ്രസ്സിൽ വലിയ ചർച്ച. എവിടെ ചർച്ച? ഒരു ചർച്ചയില്ലടോ. എവിടെയും ഒരു ചർച്ചയുമില്ല. ചർച്ചകളൊന്നുമില്ല. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നത് ഈ മാധ്യമങ്ങളിൽ വരുന്ന ഈ നിങ്ങൾക്ക് വാർത്തകളില്ലാത്തതിൻ്റെ കാരണം നിങ്ങൾ രാവിലെ തന്നെ ഓരോരുത്തരെ പോയി ഇങ്ങനെ തോണ്ടും. ആരാ ചർച്ച, ആരാ മന്ത്രി, ആരാ മുഖ്യമന്ത്രി, ആരാണ്, ഇന്നാണ്, നാളെയാണ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കാര്യമില്ലാതെ. എന്നാൽ ചർച്ച ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്കൊന്നും മാധ്യമങ്ങൾ ഒരു രീതിയിലുള്ള ചർച്ചയും കൊണ്ടു ചെന്നെത്തിക്കുന്നില്ല എന്നുള്ളതും വാസ്തവമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, കോൺഗ്രസ്സിൽ പല ആളുകളും ഉണ്ടാകും. അതിപ്പോൾ അവരുടെ കൂട്ടത്തിൽ അത്രയും അതിന് കഴിവുള്ള, പ്രാപ്തിയുള്ള, പ്രഗത്ഭ്യമുള്ള ആളുകൾ അവിടെ ഉണ്ട്. ഒന്നിലധികം ആളുകളുണ്ട്. ഒന്നിലധികം എന്ന് പറയുമ്പോൾ 2 അല്ല, 3 അല്ല, 4 അല്ല, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത് അവർ ക്ലിയറായിട്ട് ചെയ്യും. ഇപ്പോൾ അപ്പുറത്ത് നിൽക്കുന്നവർ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇപ്പം നടേശൻ, ഈ UDFുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത നടേശൻ ഇന്നലെ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. നടേശൻ പറയുന്നത് കേട്ടിട്ടാണോ, അല്ലെങ്കിൽ നടേശൻ്റെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണോ ഇവിടെ തീരുമാനിക്കുന്നത്? അല്ല, ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ നോക്കുന്നത് ഒന്ന് ലീഗിൻ്റെ അഭിപ്രായം. അത് വളരെ കൃത്യമായിട്ട് 4-ാം തീയതി കഴിയുമ്പോൾ ലീഗിൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് ലീഗ് പറയും. അത് മാധ്യമങ്ങളിലല്ല പറയുന്നത്, അത് പറയേണ്ട ഇടത്ത് അത് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുമെന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പോൾ ഈ രാവിലെ തന്നെ ഇറങ്ങി ഈ കോൺഗ്രസ് നേതാക്കൾ എവിടെയാണുള്ളത്, അല്ലെങ്കിൽ ലീഗിൻ്റെ നേതാക്കൾ എവിടെയാണുള്ളത്? ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയിട്ടാണ് ചോദിക്കണവരുത്തെ മുഖ്യമന്ത്രി ചർച്ച എന്ത് മുഖ്യമന്ത്രി ചർച്ച? അങ്ങനെ ചർച്ചയില്ല. ഇപ്പം അങ്ങനെ ഒരു ചർച്ചയുമില്ല. മനസ്സിലായില്ലേ? പിന്നെ നേതാക്കന്മാർ പല അഭിപ്രായങ്ങളും ഉണ്ടാകും. അവർക്ക് അഭിപ്രായം പറഞ്ഞോട്ടെ, എന്താ കുഴപ്പം? ഇവിടെ അങ്ങനെ എന്തെങ്കിലും ചർച്ച ഉണ്ടോ? ഒരു ചർച്ചയില്ല. അവർ അഭിപ്രായം പറയട്ടെന്നേ.
ഇവിടെ എന്താണ്, ഇവർക്കെല്ലാവർക്കും എന്തോ വലിയ ചർച്ച നടക്കുന്നു, എന്തോ വലിയ സംഭവങ്ങൾ ഉണ്ടാക്കുന്നു, എന്തോ വലിയ ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു 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 പൊതു ഒരു ചർച്ച ഉണ്ടാക്കിയെടുക്കുക. അത് ഈ മാധ്യമങ്ങളുടെ, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേക താല്പര്യം ആ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ലീഗിൻ്റെ അഭിപ്രായമാണ്. അത് വളരെ വളരെ മാനിക്കപ്പെടുന്ന അഭിപ്രായമാണ്. ലീഗ് എന്താണോ പറയുന്നത് അതുകൂടി ഈ പറയുന്ന ചർച്ചകളിൽ വലിയ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിലും ആർക്കും ഒരു തർക്കവും വേണ്ട. അപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടാക്കാൻ പോകുന്ന പാർട്ടി അത് മുസ്ലിം ലീഗ് ആയിരിക്കും. അപ്പോൾ ആ മുസ്ലിം ലീഗ് ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റോട് കൂടി UDF ഭാഗമായിട്ട് ടീം UDF ഉണ്ടാകുമ്പോൾ പാണക്കാട് തങ്ങൾ പറയും, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു നേതൃത്വം പറയും ഒരു അഭിപ്രായം, അത് ലീഗിൻ്റെ അഭിപ്രായം പറയും. ആ അഭിപ്രായങ്ങൾ അവിടെ വളരെ വളരെ പ്രാധാന്യമുള്ള അഭിപ്രായങ്ങളായിരിക്കും എന്നുള്ള കാര്യത്തിലും നടക്കും. ഇപ്പം ഇത് മാധ്യമങ്ങൾ ഇങ്ങനെ ഓരോ വാർത്തകൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. ഇനിയിപ്പോൾ മാധ്യമങ്ങൾക്കിത് എന്താണ് സംഭവം? ഇപ്പം സോഷ്യൽ മീഡിയകളിൽ പ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക്, അനുഭാവികൾക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടാകും. അയാൾ വരണം, ഇയാൾ വരണം, മറ്റാൾ വരണം, മറിച്ചാൾ വരണം എന്നൊക്കെ. പക്ഷെ ഇതിൻ്റെ ആകത്തുക എന്താ? ആകത്തുക ഈ ചർച്ചകളിലേക്കേ പോകുക. എപ്പോഴാ ഈ ചർച്ചകളിലേക്ക് പോവുക? തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ്, അല്ല റിസൾട്ട് വന്നു കഴിയുമ്പോഴാണ്. റിസൾട്ട് വന്നു കഴിയുമ്പോൾ ആരാണ് ചർച്ച. അപ്പോൾ അവിടെ എന്തുണ്ട്? മാനദണ്ഡങ്ങളുണ്ട്, ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത് ഈ വിജയം ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുചെന്നെത്തിച്ച വ്യക്തി ആര് എന്നുള്ള ചർച്ച, എന്നുള്ള മാനദണ്ഡം ഒന്നാം സ്ഥാനത്തുണ്ടാവും. മനസ്സിലായില്ലേ? പിന്നെ സ്വാഭാവികമായിട്ടും പാർട്ടിയെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ജനതയെ, കേരളത്തെ ഒന്നടങ്കം നയിക്കാൻ കാഴ്ചപ്പാടുള്ള വ്യക്തി ആരാണ് എന്നുള്ളതും വലിയ കൂട്ടത്തിൽ. ഇപ്പോൾ ഒന്നിലധികം ആളുണ്ടാകുമ്പോൾ, ഒരു ഗ്രൂപ്പ് ഓഫ് പൊളിറ്റിക്കൽ ലീഡേഴ്സ്, വിഷണറി ലീഡേഴ്സ് ഉണ്ടാകുമ്പോൾ അവിടെ ബെറ്റർ ആരാണ് എന്നുള്ളത് ഒരു കമ്പാരിസൺ വരുമല്ലോ. അത് വരുമ്പോൾ അതിൻ്റെ അനുസരിച്ച് വരും. അപ്പം ഞാനിപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ രാവിലെ ഇറങ്ങിയിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇവിടെ വേറെ വിഷയങ്ങളുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വാർത്തകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ന്യൂസ് റൂമിൽ എന്താക്കുക, ഒരു ബെല്ലി ഡാൻസോ ഒരു ഡിസ്കോ ഡാൻസോ ഇതൊക്കെ സംഘടിപ്പിക്കുക ന്യൂസ് റൂമിൽ. ഈ പുതിയ മാറുന്ന കാലമാണല്ലോ. അപ്പോൾ ന്യൂസ് റൂമുകളും മാറട്ടെ. ബെല്ലി ഡാൻസ്, ഡിസ്കോ ഡാൻസ് ഇതൊക്കെ ന്യൂസ് റൂമുകളിൽ നിങ്ങൾ സജ്ജീകരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ കൊടുക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ ചർച്ചകൾ അതിനേക്കാളൊക്കെ ഉപരി, അതിനേക്കാളൊക്കെ വലിയ രീതിയിലുള്ള വ്യൂവർഷിപ്പും TRP റേറ്റിങ്ങും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് വാർത്താ ദാരിദ്ര്യമുണ്ടെങ്കിൽ, വിഷയദാരിദ്ര്യമുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നത് കുറച്ചുകൂടി ബെറ്റർ ആവും. അപ്പോൾ ആളുകളെ പിടിച്ചിരുത്താനും ബെല്ലി ഡാൻസും ഡിസ്കോ ഡാൻസും ഒക്കെ ആകുമ്പോൾ കാണാനാവും ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാകും. അപ്പോൾ ആ രീതിയിലേക്ക് ചിന്തിച്ച് കുറച്ചുകൂടി ഇന്നോവേറ്റീവായിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പം ഇല്ലാത്ത ചർച്ചകൾ ഉണ്ടാക്കി പച്ച നുണകൾ പടച്ചു വിടുക എന്നുള്ളത് അതൊരു ഒരു ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള രീതിയിലൊന്നും അത്ര നല്ല ഏർപ്പാടല്ല എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായില്ലേ? ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കളാണെങ്കിലും UDF നേതാക്കളാണെങ്കിലും കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞാലും അവരൊക്കെ അവരുടെ പല കാര്യങ്ങളുമായിട്ട് പല വഴിക്കാണ്. മനസ്സിലായില്ലേ? ആരും ഇതേക്കുറിച്ച് കൂടിയിരിക്കാനോ ആലോചിക്കാനോ ഒരു അവലോകന യോഗം നടത്തി എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് വന്നിട്ട് നടത്തേണ്ട ചർച്ചകളെക്കുറിച്ചുള്ള ഒരു ചർച്ചയും ഒരു രീതിയിലും എവിടെയും ഔദ്യോഗികമായിട്ട് എവിടെയും നടക്കുന്നില്ല. അപ്പോൾ അത് നടക്കേണ്ട സമയമാകുമ്പോൾ നടക്കും, അത് പറയേണ്ട സമയമാകുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളോട് പറയും. അത്രയേ ഉള്ളൂ. അപ്പോൾ തങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ടുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ കാട്ടിക്കൂട്ടുന്ന അതിക്രമങ്ങൾ വളരെ കൃത്യമായിട്ടുണ്ട്. ഇത്രയും ദിവസം പിണറായി വിജയൻ്റെ PR ടീമായി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു സംഘങ്ങൾ, അവർക്ക് ഇപ്പോൾ ഇനി PR ടീം ഈ വിജയന് വേണ്ടിയിട്ട് കുഴലൂതിയിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലായപ്പോൾ അതേ ആളുകൾക്ക് ഇനി വേണ്ടത് എവിടെയെങ്കിലും എന്തെങ്കിലും ഈ കാലിനിടയിൽ കോലിട്ട് തിരിക്കുന്ന ഏർപ്പാടാണ്, ഈ കുത്തിത്തിരിപ്പിൻ്റെ ഏർപ്പാടാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് മാക്സിമം ഇങ്ങനെ
ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മാത്രം. അതിനപ്പുറത്തേക്ക് അതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾ പറയുന്ന ഈ ചർച്ചകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന ചർച്ചയാണോ കേരളത്തിൻ്റെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ പടച്ചു വിടുന്ന അജണ്ടകൾ അല്ലെങ്കിൽ ആ വിഷയങ്ങൾ അതാണോ ജനം ചർച്ച ചെയ്യുന്നത്, അതല്ല മറ്റു വല്ലതുമാണോ എന്നുള്ളത് നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളൊന്ന് വിലയിരുത്തിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് കൂടി ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ചർച്ചകളൊന്നും ഒരു ഘട്ടത്തിലും എവിടെയും നടക്കുന്നില്ല. ലീഗിൻ്റെ നിലപാട് എന്താണ്? അതാണ് തങ്ങൾ പറഞ്ഞത്, അതാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത്. അപ്പോൾ അവരൊക്കെ വലിയ പ്രചരണ വിഷയങ്ങളിൽ തമിഴ്നാട്ടിലും പലയിടങ്ങളിലും ഒക്കെ വലിയ വിഷയങ്ങളുമായിട്ട് നടക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു ചർച്ച വരുമ്പോൾ ആ ചർച്ചകളിൽ ലീഗ് ഉണ്ടാവും. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം അങ്ങനെ ഒരു ചർച്ചകളൊന്നുമില്ല. അങ്ങനെ ഒരു ചർച്ചകളിലേക്ക് വരുമ്പോൾ അവിടെ ലീഗ് ഉണ്ടാകും, ലീഗിൻ്റെ അഭിപ്രായങ്ങൾ ഉണ്ടാകും. അതും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകും എന്നുള്ളത് മാത്രമാണ്.